ഹലോ ഗൈസ്, ഇന്ന് പെരുന്നാളിൻ്റെ വ്ളോഗാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ലീവാണ്, ഫുള്ള് ലീവ്. നമ്മൾ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റും അടച്ചിട്ടുള്ളത്. മിനി മാർട്ടും പിന്നെ അതുപോലെ റെസ്റ്റോറൻറ്റും പിന്നെ അതുപോലത്തെ ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ചിൻ്റെ കൗണ്ടറും. അപ്പോൾ ഇത് രണ്ടുപേരും നമ്മളെ ഈ ഇവിടെ വർക്ക് ചെയ്യുന്ന ബംഗാളി പയ്യന്മാരാണ്. ഒന്ന് ഇമ്രാൻ, വേറൊന്ന് ഷുഹൈം. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് നമ്മളെന്താക്കി ഈ ഫുള്ള് കാണിച്ചു തരാൻ പോവാണ്. ജസ്റ്റ് ഇന്ന് എന്തുകൊണ്ടാണ് നമ്മളിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞ് ബിരിയാണിയും കബാബും. അപ്പോൾ അത് നോക്കാമെന്നുള്ള ഇതിലാണ് ഞാനിന്ന് വന്നത്. അപ്പം ഫുഡല്ലേ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ സൈഡിലേക്ക് പിന്നിലോട്ട് പോകുന്നവരെ അവിടെ ഒരാൾ മൊബൈൽ യൂസ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരും ലീവാണല്ലോ, വീട്ടിലേക്ക് വിളിക്കുക, ചാറ്റിങ് കാര്യങ്ങളും അത് ഇതെല്ലാമായിട്ടാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു സ്ഥലം ആ പിന്നിൽ കാണുന്നതിൻ്റെ ഓണർ വീടാണ്, ഈ സ്ഥലത്തിൻ്റെ ഓണർ വീട്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു. അപ്പം ബാക്ക് സൈഡിലേക്ക് വന്നിട്ട് അതിലൂടെ കയറാൻ പോവാണ്. ഇതൊക്കെ ക്ലീനിങ് ഒക്കെ ഉണ്ട്, പെൻഡിങ്, അതൊക്കെ അവർ ക്ലീൻ ചെയ്യും. ആ ക്ലീൻ ചെയ്യും. ഉള്ളിലേക്ക് ഇതാ ബിരിയാണീൻ്റെ പണി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. ഫുള്ള് ഇങ്ങനെ ഈ കിച്ചണിൽ ഈ മട്ടനാണ്, ഇത് ചിക്കനല്ല, ചിക്കൻ കബാബിനുള്ള ചിക്കനും പിന്നെ അതേപോലെ തന്നെ ഇതെല്ലാം തിളപ്പിക്കുന്നുണ്ട്. എന്നറിയില്ല, നോക്കാം, നമുക്കിട്ട് നോക്കാം. ഇത് വേറൊരു സ്ഥലത്ത് എന്തോ തിളക്കുന്നത്, ഇതെന്തെന്നാന്ന് എനിക്കൊന്നും അറിയില്ല, ഞാൻ ഈ കിച്ചണിൽ വർക്ക് ചെയ്യാത്ത ആളായതുകൊണ്ട്. അപ്പോൾ ഇതാ ഇവിടെയാണ് സംഭവം. ആ ചൂള കത്തിക്കുന്നുണ്ട്, ചൂളമ്മൽ വെച്ചിട്ടായിരിക്കും ബിരിയാണി വെക്കുക. കുറേ സ്റ്റാഫുകൾ ഇവിടെ സിറ്റിംഗ് ഏരിയയിലുണ്ട് ഇന്ന്. അപ്പോൾ നമുക്ക് അവരും കൂടി നോക്കാം എങ്ങനെയാണ് ഏതെല്ലാം എന്നുള്ളത്. അപ്പോൾ കുറേ എല്ലാവരും വെയിറ്റിംഗ്, ചിലർ കടന്നുറങ്ങുന്ന മൊബൈൽ കുത്തുന്നുണ്ട്, കസാലൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ജോൺ ബായ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് മൈൻ. ഇവിടെ വന്നേരെ പരിചയപ്പെട്ടാണ്, ഡൽഹിക്കാരനാണ്. അപ്പോൾ ഡൽഹിക്കാരൻ മാത്രമൊന്നുമല്ല, മൂപ്പറ മലയാളി കണക്ഷനും കൂടിയാണ്. വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ മലയാളിയാണ്, അച്ഛൻ ഡൽഹിക്കാരനാണ്, മിലിറ്ററിക്കാരനാണ്. അങ്ങനെ ഒരുപാട്, ഇയാൾ ഒരു മാസ്റ്റർ ഷെഫാണത്. മാസ്റ്റർ ഷെഫുമാണ്. പിന്നെ അതേപോലെ തന്നെ ഓൾറൗണ്ടർ, അടിപൊളി, നല്ല ടൈം പാസ്സാണ്. എന്നെക്കാട്ടി ഒരു 10-12 വയസ്സ് മൂത്തതാണ്. പക്ഷേങ്കിൽ എങ്ങനെയുണ്ട് ആൾ, യങ്ങല്ലേ, പവർഫുള്ളല്ലേ, അതാണ്. അവർ ബിരിയാണി റെഡിയാക്കാൻ തുടങ്ങിയിട്ട് ഉണ്ടാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് 11 മണിക്ക് വന്നു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു, സുറ പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിച്ചണിൽ പോയി ഒന്ന് നോക്കി എന്താ സംഭവം എന്ന്. അവരിങ്ങനെ മസാലയിൽ റെഡിയാക്കി വന്നു, കാണുന്നില്ല, എന്താ ഒരു സീന്, ഉഫ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി, എനിക്ക് വിശന്നിട്ടാണ്, കണ്ണും കാണുന്നില്ല, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഓൾറെഡി 11-11:30 ആയി. ഇനിയിങ്ങനെ ഇത് കാണുന്ന കാഴ്ച അടിപൊളിയാണ്. ഇവനെന്തോ പറയുന്നുണ്ട്, സബ്സ്ക്രൈബ്, ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുന്ന് റൈസിന് വേണ്ടിയിട്ട് റൈസ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെറ്റാണ്. അതാ ദമ്മിന് വെച്ച് റെഡിയായി തോന്നുന്നു. അപ്പോൾ ദമ്മിന് വെച്ച് റെഡിയായി. ഇതൊക്കെ മെയിൻ ഷെഫുകളാണ്. ഒരാൾ ഇവിടെ കബാബ് ഉണ്ടാക്കുന്നുണ്ട്, കബാബ് പൊരിച്ചത് ഒരാൾ ടേസ്റ്റ് നോക്കുന്നു, ബന്ധിനോ എന്നുള്ള കബാബ് ആക്കിയത് ഇവിടെ ഉണ്ട്. പിന്നെ ഒരാൾ ചോറ് റെഡിയായത് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മോനെ ചോറ് റെഡിയായി കൊണ്ടാന്ന്, അടിപൊളി, കാണാൻ ഗമഗമാന്നുള്ള മണമുണ്ട്. കബാബും പിന്നെ ഒരു മട്ടൻ ബിരിയാണി, ഊഫ്, ഒരു രക്ഷയില്ല മോനെ, അടിപൊളി, സൂപ്പർ. വരെ ഇത് ഏത് ബിരിയാണി മനസ്സിലായിട്ടില്ല, അത് വേറെ കാര്യം.